ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന സ്ഥിരീകരണവുമായി ഇന്ത്യ. ബാംഗ്ലൂരിലെ പരിപാടിയിലാണ് എയർ ചീഫ് മാർഷലിന്റെ വെളിപ്പെടുത്തൽ. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, 6 അല്ല 5 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ എയർ ചീഫ് മാർഷൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? സൈഫുദ്ദീൻ, അതായത് പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും മറ്റൊരു വലിയ വിമാനങ്ങളോട് ചേർത്ത് 6 വിമാനങ്ങൾ, അതായത് 5 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തതെന്നാണ് എയർ ചീഫ് മാർഷൽ അല്പസമയം മുൻപ് ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമാണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ അടക്കം വീഴ്ത്തി എന്നുള്ള വാദങ്ങളൊക്കെയും സാമൂഹ്യ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് അവരുടെ സൈനിക മേധാവിമാർ അടക്കം ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങളടക്കം വീഴ്ത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയും വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. അതിനൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത്. താൻ ഇതൊക്കെയും കൺട്രോൾ റൂമിലിരുന്ന് കാണുകയായിരുന്നു. തനിക്ക് ഈ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിന്റെ ഒരു മേധാവി എന്ന നിലയിൽ ഇതൊക്കെ നിരീക്ഷിക്കുന്ന ഒരു ചുമതലയായിരുന്നു തനിക്ക്. താൻ ഇതൊക്കെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം തനിക്കുണ്ടായില്ല. പക്ഷേ കൺട്രോൾ റൂമിലെ മോണിറ്ററിൽ ഇതൊക്കെ താൻ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇന്ത്യൻ വ്യോമസേന മേധാവി തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളാണ് തകർത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു വിമാനവും കൂടി 6 വിമാനങ്ങളാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ വ്യോമ സംവിധാനം അത്രയ്ക്ക് ശക്തമാണെന്ന് മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലേക്ക് ഇന്ത്യയുടെ വ്യോമ സംവിധാനം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഏതൊരു ആക്രമണത്തെ അല്ലെങ്കിൽ ഏതൊരു ഭീഷണിയെ നേരിടാൻ തക്ക തരത്തിലേക്ക് ഇന്ത്യ വളർന്നിട്ടുള്ള മുന്നറിയിപ്പും കൂടിയാണ് ഇപ്പോൾ വ്യോമസേന മേധാവി നൽകിയിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി സജു.